ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന്. യൂഷ്വലി എനിക്ക് ഓഫ് ഡേയിൽ അങ്ങനെ അധികം ടൈം ഒന്നും കിട്ടാറില്ല. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ഫ്രൈഡേ ആണ് മോസ്റ്റ്ലി ഓഫ് കിട്ടാറ്, അല്ലെങ്കിൽ സാറ്റർഡേ, അങ്ങനെ ചിലപ്പോൾ 2 ദിവസം അങ്ങനെ കിട്ടാറുണ്ട്. പിന്നെ എനിക്ക് ഫ്രൈഡേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ കുറേ ലേറ്റ് ആവും. ഞാനിപ്പോൾ കുറേ ഫ്രൈഡേ വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ ആളുകൾക്ക് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ളവർ എങ്ങനെയാണ് ഒരു ഫ്രൈഡേ റുട്ടീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. എന്നെ സംബന്ധിച്ച് ഫ്രൈഡേ എന്ന് പറയുന്നൊരു ദിവസം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു വീക്കിലെ പെൻഡിങ് സ്ലീപ്പ് എല്ലാം തീർക്കാനുള്ള ഒരു ഡേ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഏകദേശം എണീക്കുമ്പോൾ തന്നെ ഒരു 11-11:30 ആ സമയമൊക്കെ ആവും. അപ്പോൾ തന്നെ എൻ്റെ ഹാഫ് ഡേ കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള സമയത്താണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടുള്ളതാണ് കുക്കിംഗ്, ക്ലീനിങ്, ലോണ്ട്രി, ഇതൊക്കെ. പിന്നെ കുക്കിങ്ങിലെന്ന് പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് നാടൻ ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര കൊതി തോന്നും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് നാടൻ ഫുഡിനോട് വലിയ താല്പര്യമില്ല. യൂഷ്വലി നമ്മൾ പുറത്ത് താമസിക്കുമ്പം എല്ലാവർക്കും നാടൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടൈപ്പ് ഫുഡ് കഴിക്കാനാണല്ലോ ഇഷ്ടം. പക്ഷേ ഇവിടെ ആൾ നേരെ തിരിച്ചാണ്. പുള്ളി പറയുന്നത് ഈ നാടൻ നമ്മുടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ചോറ്, കറികളൊക്കെ ഉണ്ടാക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പം നമുക്ക് ആകെ കിട്ടുന്ന ഒരു ഓഫ് ഡേ കൂടുതൽ സമയം ഞാൻ ഈ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിലായിരിക്കും. സോ അതിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഈസി ആയിട്ടുള്ള ഇപ്പം എന്താണ് ഈ ഒരു മന്തി അല്ലെങ്കിൽ മജ്ബൂസ് പോലുള്ള എന്തെങ്കിലും ഈസി ആയിട്ടുള്ള, കാരണം അതിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം സമയം വേണ്ട, നമുക്ക് പെട്ടെന്ന് പണി കഴിയും. പിന്നെ എന്തെങ്കിലും സൈഡായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഒരു സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതിയല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കറികൾ വെച്ച് സമയം കളയുന്നതെന്നാണ് പുള്ളി എന്നോട് ചോദിക്കാതെ. അതുകൊണ്ട് തന്നെ ഇവിടെ നാടൻ ഫുഡ്, അതായത് ചോറും കറികളൊക്കെ വെച്ചാൽ മിക്കവാറും അത് വേസ്റ്റായി പോകാറുണ്ട്. കാരണം പുള്ളി ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ ലഞ്ചാണെങ്കിൽ ലഞ്ച്, ഡിന്നറായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു തവണ കഴിക്കും, പിന്നെ പുള്ളി കഴിക്കത്തില്ല. പിന്നെ അത് ഫുള്ള് ഞാൻ തന്നെ കഴിച്ചു തീർക്കണം. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ എനിക്കിപ്പം എൻ്റെ വർക്ക് പ്ലേസിൽ തന്നെ നമുക്ക് കഫ്റ്റേരിയ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ലഞ്ചും എല്ലാം കഴിക്കാൻ പറ്റുന്ന കാരണം എനിക്ക് ലഞ്ച് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ഫുഡ് കുറേ എനിക്ക് വേസ്റ്റായി പോയിട്ട് ഞാൻ അവസാനം ഇങ്ങനെ ഈ പണി നിർത്തിയതാണ്. പിന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഇടയ്ക്കൊക്കെ നമ്മുടെ നാടൻ ഫുഡ് കഴിക്കാനായിട്ട് നമുക്കൊരു കൊതി തോന്നുമല്ലോ. അതിൻ്റെ പുറത്താണ് ഞാൻ ഈ കണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മെനക്കെട്ടിട്ടാണെങ്കിലും ഉണ്ടാക്കുന്നത്. ഈ മുരിങ്ങയിലൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല നാട്ടിൽ വെച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതുവരെ ഈ സാധനം വരെ എനിക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നത് കാണുമ്പോഴാണ് ഭയങ്കര, നാട്ടിലിതൊക്കെ നമ്മൾ ഒട്ടും വില കൊടുക്കാത്തൊരു സാധനം. കാരണം വീട്ടിലൊക്കെ ഇത് ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നു. മിക്ക ദിവസങ്ങളിലും ഇതൊക്കെ തന്നെയാണ് കറിയായിട്ടും തോരനായിട്ടൊക്കെ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ ഒന്നും വില മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നും ഇതൊക്കെ തന്നെയാണല്ലോ, എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി കൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ അടി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വാല്യൂ ശരിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ ഡെയിലി നമ്മുടെ പറമ്പിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ സാധനമാണ് കൂടുതലും കറിയായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ ഉണ്ടാവാറ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഫിഷാണ് മെജോറിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ചിക്കനോ അല്ലെങ്കിൽ റെഡ് മീറ്റോ ഒന്നും നമ്മളങ്ങനെ ഡെയിലിയോ വീക്കിലിയോ പോലും നമ്മുടെ വീട്ടിൽ വാങ്ങാറില്ല. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ഫിഷ് തന്നെയാണ്. അപ്പോൾ അത് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മൾ വാങ്ങുന്നതും. ഡെയിലി മിക്കവാറും ദിവസങ്ങളിൽ നമുക്ക് ഫിഷ് തന്നെയാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മുടെ പറമ്പിലുള്ള എന്തെങ്കിലും പച്ചക്കറി, അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചീരയാണ്. അപ്പോൾ ചീര ഡെയിലി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരു കറിയും വേണമെന്നില്ല. ചീരയും ഒരു മീൻ വറുത്തതും, അതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നൊരു കാര്യം. അതിൻ്റെ കൂടെ എനിക്ക് ഈ ഒഴിച്ചു കറികളോടൊന്നും താല്പര്യമില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ഫുഡ് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണം. തോരൻ പിന്നെ ഫിഷ് ഫ്രൈ, ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ റെഡ് മീറ്റ് ഒന്നും ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് അങ്ങനെ കഴിക്കാറേ ഇല്ല. ഈവൻ വീട്ടിലുണ്ടാക്കിയാൽ പോലും ഞാൻ അങ്ങനെ അതിൻ്റെ ചാറ് മാത്രം കഴിക്കും. അതാണ് എൻ്റെ ഒരു ശീലം. പക്ഷെ എല്ലാവർക്കും പീസാണല്ലോ വേണ്ടത്. പക്ഷെ ഞാൻ കൂടുതലും ചാറാണ്. കാരണം എനിക്കെന്തോ അത് കഴിച്ച് എനിക്കെന്തോ ഇഷ്ടമല്ല റെഡ് മീറ്റ് ഒന്നും കഴിക്കുന്നത്. ഫിഷ് ആണെങ്കിൽ ഓക്കെ, ഫിഷും ഞാൻ ഭയങ്കര സെലക്റ്റീവാണ്. പിന്നെ ചിക്കൻ എനിക്കിഷ്ടമാണ്. പക്ഷെ അതും എന്നാലും നമ്മളങ്ങനെ എപ്പോഴും ഇപ്പം കഴിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും ഒന്നും നമ്മൾ വാങ്ങാറില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡ് മീറ്റ് ഒക്കെ കുറച്ചും കൂടിയൊക്കെ കഴിച്ചു തുടങ്ങിയത്. അതിലും ഞാൻ ലാമ്പ് കഴിക്കാറേ ഇല്ല. ലാമ്പ് ഞാൻ കഴിച്ചു തുടങ്ങിയത് ശരിക്കും എൻ്റെ ഫസ്റ്റ് ജോബിന് കയറിയതിന് ശേഷമാണ്. അവിടെ കഫ്റ്റീരിയയിൽ മിക്ക ദിവസങ്ങളിൽ ലാമ്പാണ്. സോ അങ്ങനെ ഞാൻ അതിങ്ങനെ ചെറിയ രീതിയിൽ കഴിച്ച് പക്ഷെ എന്നാലും എനിക്കിപ്പം ലാമ്പ് വാങ്ങേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ മിക്കവാറും ലാമ്പ് ഒഴിവാക്കി വിടാറാണ് ചെയ്യുന്നത്. എനിക്കറിയാം ഞാൻ ഈ പറയുന്നത് മെജോറിറ്റി ആൾക്കാരിലും നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത്. എനിവേ, എനിക്ക് കിട്ടിയ ഓഫ് ഡേ ഞാൻ എൻ്റെ കുക്കിങ്ങിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. ഇതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ ലഞ്ചായിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഇത് തീരുന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഡിന്നറായിട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടോ ഒന്നും പുള്ളി ഈ ചോറ് കഴിക്കാറില്ല. പുള്ളിക്ക് നമ്മുടെ നാടൻ ചോറ് ഇഷ്ടമല്ല, എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതൊക്കെ വളരെ റെയർ ആണല്ലേ.
എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം, നമ്മൾ ഏതൊക്കെ ഫുഡ് കഴിച്ചാലും നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ ആ ഫുഡൊക്കെ മടുക്കും. എന്നിട്ട് നമുക്ക് നമ്മുടെ നാടൻ തന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും. സോ അങ്ങനെ എനിക്ക് ആകെ കിട്ടിയ ഒരു ഓഫ് ഡേ ഞാൻ എൻ്റെ ഒരു ലഞ്ച് മേക്കിംഗ് ഡേ ആയിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള കുറച്ച് സമയം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാക്സിമം റെസ്റ്റ് എടുക്കുക, ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങുക. എന്തായാലും പുറത്ത് പോകാൻ എനിക്ക് ഒട്ടും പ്ലാൻ ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.